ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും തേയില ചെടികൾ തളിർത്തു. പക്ഷേ തോട്ടം തൊഴിലാളികൾ നിരവധിയുണ്ടായിരുന്ന പ്രദേശത്ത് ബാക്കിയുള്ളത് തകർന്ന പാടികളും അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളുമാണ്. ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മയിൽ തേങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് അവശേഷിക്കുന്നവർ. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ. ഈ തേയിലച്ചെടികളുടെ ഇലകൾ നുള്ളി ജീവിച്ചവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. തളിരിട്ടു നിൽക്കുന്ന ഈ ചെടികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഈ തോട്ടങ്ങളും ഫാക്ടറികളുമൊക്കെയായിരുന്നു ഇവിടെയുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗം. ഇന്ന് സൈറൺ മുഴങ്ങുന്ന ശബ്ദം ഇവിടെയില്ല. പല ദേശങ്ങളിൽ നിന്നായെത്തി ഒരുമിച്ച് ഒരു കുടുംബം പോലെ പാടികളിൽ കഴിഞ്ഞിരുന്നവർ ഈ പാടികൾ ഇന്ന് അനാഥമാണ്. വർഷങ്ങളായി മക്കളും ചെറുമക്കളുമൊക്കെയായി ഇവിടെ കഴിഞ്ഞിരുന്നവരുണ്ട്. അവരിൽ പലരും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അവരുടെ കണ്ണുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പുറം ജോലി ചെയ്യുന്നത് ഇവരെ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും പോയിട്ടുണ്ട്. ആരും പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. തൊഴിലാളികളാണ് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതൊക്കെ തൊഴിലാളികളാണ്. 2-3 ആൾ ചുറ്റും ഉള്ളത് അവരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ എസ്റ്റേറ്റ് ജോലിക്കാരാണ് ആ ഭാഗത്തുനിന്ന് പോയിട്ടുള്ളത്. നമ്മളിൽ ചിലരെങ്കിലും കുടിക്കുന്ന ചായയുടെ രുചിയിൽ ഇവിടെ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുണ്ടാകാം. ഈ തളിരിട്ടു നിൽക്കുന്ന ഓരോ ഇലകളും അവരെ ഇങ്ങോട്ടേക്ക് മാടി വിളിക്കുന്നുണ്ടാകാം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം എം മനോജ്, ജനം, വയനാട്.